ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി കിഡിലെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കും, വീണ്ടും വീണ്ടും നിങ്ങളിത് ഉണ്ടാക്കി കഴിക്കും. കുട്ടികൾക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെടും. അവരുടെ ഫേവറേറ്റ് സ്നാക്സ് ആയിട്ട് മാറും. ചായക്കൊപ്പം ഇത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വീട്ടിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ. എന്നാൽ എങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ റെസിപ്പി തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ പാത്രത്തിലേക്ക് 250 ml പാലൊഴിച്ചിട്ടുണ്ട്. 1 കപ്പ് പാലോളം എടുത്തിട്ടുണ്ട്. 250 ml ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. ശേഷം ഒരു ബൗളിലോട്ട് പാൽ അധികം ചൂടാവാനായിട്ട് വിടരുത് കേട്ടോ. അടുത്തതായി ഈ പാലിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴക്കം ഇല്ലാത്ത ഈസ്റ്റ് വേണം കേട്ടോ അതിന് യൂസ് ചെയ്യാനായിട്ട്. പഴകിപ്പോയത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. പുതിയ ഈസ്റ്റ് മേടിച്ചിട്ട് വേണം നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അടുത്തതായി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ഈസ്റ്റ് ഒന്ന് ആക്റ്റീവാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര. അതുമാത്രമല്ല, ഇതിൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ പഞ്ചസാരയുടെ ആ ഒരു മധുരമാണ് നമുക്കിതിലൂടെ കിട്ടുന്നത്. ഇനി ഇതിലേക്കായിട്ട് ഞാൻ 2 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. മെഷറിംഗ് കപ്പിൽ 2 കപ്പ് അളന്നാണ് എടുത്തിട്ടുള്ളത്. സോ അളന്ന് വേണം ഇത് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പാല് ഒഴിക്കുമ്പോൾ കൂടുതലും കുറവൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് കുറേശ്ശെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. എല്ലാം കൂടി നമ്മൾ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വെള്ളമായി പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കട്ടിയായി പോകാനുള്ളതുണ്ട്. ഇതാകുമ്പോൾ ആവശ്യത്തിന് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് നമ്മൾ ഈ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന കണക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ മാവ് പറ്റാതിരിക്കാനായിട്ട് കുറച്ച് ഓയിലൊന്ന് റബ്ബ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. സോഫ്റ്റ് ആകുന്ന വരയ്ക്ക് നമ്മളിത് കുഴച്ചെടുക്കണം. അടുത്തതായിട്ട് ഈ മാവിന് പുറത്തായിട്ട് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പല ടൈമായിട്ടാണ് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല രീതിയിൽ നമ്മുടെ മാവ് സോഫ്റ്റാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഞാൻ ചെയ്യുന്നത്. ഒരല്പം സമയം എടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. എത്രത്തോളം നമ്മളിത് കുഴച്ചെടുക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ മാവ് സോഫ്റ്റ് ആവാനായിട്ട് തുടങ്ങും. എത്രത്തോളം സോഫ്റ്റ് ആവുന്നോ അത്രയ്ക്കായിരിക്കും നമ്മുടെ ഈ ഒരു റെസിപ്പി അടിപൊളിയായിട്ട് വരുന്നത്. സോ ഈ രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് ഡ്രൈ ആയിട്ട് പോകാതിരിക്കാൻ ഒന്നെങ്കിൽ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് ഒരു 30 മിനിറ്റോളം വെയിറ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. നമ്മൾ മാവൊന്ന് സോഫ്റ്റായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മുട്ട പുഴുങ്ങിയതാണ്. ആ പുഴുങ്ങിയ മുട്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് എഗ്ഗ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്കായിട്ട് 1 സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് കുഞ്ഞു പീസാക്കി എടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് പീസ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റും നന്നായിട്ട് ചോപ്പ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിങ്സ് വേണ്ട അതിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഒരു എരിവിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇതിലോട്ട് 2 തണ്ടോളം മല്ലിയില എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തതിലേക്ക് 1/2 പീസ് ലെമൺ നമ്മളൊന്ന് പിഴിഞ്ഞ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ വെജിറ്റബിൾസ് അധികം വേവിച്ചെടുക്കുന്നില്ല, അതുകൊണ്ട് ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ലെമൺ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതിയാവും. 1 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം അടുത്തതിലോട്ട് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വറ്റൽമുളക്, ചില്ലി ഫ്ലക്സ് ഇട്ട് കൊടുത്താലും മതിയാകും. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ രീതിക്ക് നിങ്ങൾക്ക് കുരുമുളക് അല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിൽ ഇഷ്ടമുള്ളതുപോലെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഈ ഫില്ലിങ്സ് ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ലെമണും അതുപോലെ തന്നെ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി വരുന്ന രീതിക്ക് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഫില്ലിങ്സ് ഒക്കെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ 30 മിനിറ്റോളം നമ്മുടെ
മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് പരത്തിയെടുക്കണം. അതിനായിട്ട് ക്ലീനായിട്ടുള്ളൊരു സർഫേസിലോട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 4 പീസാക്കി കട്ട് ചെയ്തെടുക്കണം. ഒരുപോലുള്ള 4 പീസാക്കി വേണം ഇത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇവിടെ ഞാൻ 4 സ്നാക്സിനുള്ള മാവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വീട്ടിലെ ആളെണ്ണത്തിനനുസരിച്ചിട്ട് മാവിന് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അതിനനുസരിച്ചിട്ടുള്ള ഫില്ലിങ്സിന് മാറ്റങ്ങൾ വരുത്തണം കേട്ടോ. ഇപ്പോൾ 4 പീസാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. നല്ലൊരു വലിയ ബോളായിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പത്തിലുള്ള ബോളാക്കിയാണ് കേട്ടോ എടുക്കാനായിട്ട്. അധികം നമ്മളിതിങ്ങനെ ഇട്ട് പ്രസ് ചെയ്യാൻ പാടില്ല. ഇത് നന്നായിട്ട് നമ്മൾ എല്ലാം ഒന്ന് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ എല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കണം. അത് നല്ല ക്ലീനായിട്ടുള്ള സർഫേസിൽ വെച്ചിട്ട് ഇത് പരത്തിയെടുക്കാം. ഈ കുഴച്ച മാവൊന്ന് പരത്തിയെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ ഒന്ന് ഓയിൽ റബ്ബ് ചെയ്ത ശേഷം മാത്രം ചെയ്യുക. കൈമേൽ ഓയിൽ പ്രസ് ചെയ്ത ശേഷം നമ്മുടെ ആ മാവിലേക്കൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കിട്ടത്തുള്ളൂ. നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് നമുക്കിത് പ്രസ് ചെയ്ത് ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ റോളറൊന്നും യൂസ് ചെയ്തിരുന്നില്ല, കൈ യൂസ് ചെയ്തിട്ടാണ് ഞാനതൊന്നും പരത്തിയെടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് വേണ്ട രീതിയിൽ പരത്തിയെടുക്കുക. അധികം ടൈറ്റായിട്ട് പരത്തിയെടുക്കാൻ പാടില്ല, കാരണം മാവ് അധികം സോഫ്റ്റാണ്, കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ പുറത്തായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലറൊന്ന് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ്സ് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഈ മാവൊന്ന് റോൾ ചെയ്ത് നമുക്ക് കൂട്ടിയെടുക്കുന്ന തരത്തിലുള്ള ഫില്ലിങ്സ് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. അധികം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാവ് കീറിപ്പോകും. അതുകൊണ്ട് ഞാനിത് ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നമുക്ക് ഒന്ന് കൂട്ടി ചേർത്ത് പിടിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് ചില ഭാഗങ്ങളിലൊക്കെ മാവ് വിട്ട് നിൽപ്പുണ്ട്. അവിടെ ചെറിയൊരു പീസ് നമുക്ക് വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കാം. ഇനി ഇത് ആ ഭാഗമൊക്കെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി ഈ വരുന്ന സൈഡ് ഭാഗങ്ങളൊക്കെ നമുക്ക് വിരൽ വെച്ചിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പോ അല്ലെങ്കിൽ ഒരു ഫോർക്കൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിത് ഈ രീതിക്കാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. വിരൽ വെച്ചിട്ട് നല്ലൊരു ഷേപ്പ് ഞാൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണോ ആ രീതിക്ക് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ കാണുന്ന മാവൊക്കെ ഞാൻ അതേ കണക്ക് ചെയ്തെടുക്കുവാണ്. അത്യാവശ്യം നല്ലതുപോലെ ഷേപ്പിന് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്കെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ കാണുന്ന രീതിക്ക് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്നുകൂടി നല്ലൊരു ക്ലീൻ സർഫേസിലോട്ട് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം. നന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി, ഒത്തിരി ഒന്നും പരത്തിയെടുക്കണ്ട. കാരണം അതിനുള്ളിൽ ഫില്ലർ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഫില്ലർ പുറത്തോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. മാവ് അത്രയ്ക്ക് സോഫ്റ്റാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ റബ്ബ് ചെയ്ത് പ്രസ് ചെയ്തെടുക്കുക. ഈ രീതിക്ക് കാണുന്ന എല്ലാം ഒന്ന് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ്സ് ഇടയ്ക്കൊക്കെ ഒന്ന് വിട്ട് നിൽക്കുന്നത് കാണാം. അങ്ങനെ വരാത്ത രീതിക്ക് നിങ്ങളിത് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായി ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനൊന്ന് ചൂടായി വന്നോട്ടെ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഓരോന്നായിട്ട് അത് വെച്ച് കൊടുക്കുക. 2 എണ്ണം വെക്കേണ്ട സ്പേസ് മാത്രമേ ഇതിലുള്ളൂ. അതിനുശേഷം ഇതിന് പുറത്തായിട്ട് കൂടി കുറച്ച് ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഒരല്പം നേരം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈയിലായിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉള്ളു വേകാനുള്ള ചാൻസ് ഇല്ലാതാകും. ഉള്ളിലെ ആ ഒരു ഫില്ലർ കൂടി ഒന്ന് വേവിച്ചെടുക്കുന്ന രീതിക്ക് വേണം നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. നമ്മുടെ രണ്ടാമത്തെ സൈഡ് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം മറു സൈഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഓയിലൊന്ന് മാറ്റിയെടുക്കുന്ന രീതിക്ക് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ കാണുന്ന ബാക്കിയുള്ളതും ഇതേ കണക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കാം. എല്ലാം ഒന്ന് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കും. നിങ്ങളിത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ വീണ്ടും വീണ്ടും ഈ റെസിപ്പി തയ്യാറാക്കി നോക്കും, അത് ഉറപ്പാണ്. ഇതിനുള്ളിൽ ആ ഫില്ലിങ്സ് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയ്ക്ക് പകരമായിട്ട് ചിക്കൻ വേണമെങ്കിൽ പൊരിച്ച് നിങ്ങൾക്കിത് കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് ഇതിനുള്ളിൽ ഫില്ലറായിട്ട് വയ്ക്കാം. അതുപോലെ മൈനേസ് യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റാണ്.
അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്